നിസ്വാർത്ഥമായി ഭഗവാനെ വിളിക്കുന്നവളായിരുന്നു പാഞ്ചാലി, ദ്രൗപദി. നിസ്വാർത്ഥമായി കൃഷ്ണ എന്ന് വിളിച്ചപ്പോൾ ഭഗവാൻ അവൾക്ക് ചേല കൊടുത്തു അനുഗ്രഹിച്ചു. അതിനൊരു പൂർവ്വകഥയുണ്ട്, അതിവിടെ വിശദീകരിക്കുന്നില്ല. ഭഗവാൻ ഒരു കീറ് തുണി കൊടുത്താൽ ഒരു പോത്തീസ് ടെക്സ്റ്റൈൽസ് തുണി മുഴുവൻ ഭഗവാൻ തരും. പറഞ്ഞു മനസ്സിലായോ? ഭഗവാന് വേണ്ടി എന്തെങ്കിലും ഭക്തിയോടെ നിസ്വാർത്ഥതയോടെ കൊടുത്താൽ അതിന്റെ 10,000 ഇരട്ടി തരാൻ ഭഗവാൻ അറിയാം. എന്തുകൊണ്ട് പെട്ടെന്ന് നടക്കുന്നില്ല? കർമ്മവിപാകം എന്ന് പറയും. കർമ്മവിപാകം. നിങ്ങൾ ചെയ്യുന്ന നല്ല കർമ്മങ്ങളുടെ ഫലം നിങ്ങൾ അനുഭവിക്കണമെങ്കിൽ അതിനു മുമ്പ് നിങ്ങൾ ചെയ്തു വെച്ചിരിക്കുന്ന ഘോര ദുഷ്ടകർമ്മങ്ങളുടെ ഫലം പോണ്ടേ? അതൊക്കെ മാറുമ്പോഴേ നല്ല ഫലങ്ങൾ വന്നു തുടങ്ങുള്ളൂ. അത് ജ്യോത്സ്യനെ കുറ്റം പറഞ്ഞിട്ടും കാര്യമില്ല, ഗുരുവായൂരപ്പനെ കുറ്റം പറഞ്ഞിട്ടും കാര്യമില്ല. എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഏതാനും വർഷം മുമ്പ് ഇവിടെ അടുത്ത എവിടെ ഒരു പെൺകുട്ടി ഹോമിയോപ്പതി പഠിക്കുന്ന പെൺകുട്ടിയാണ്. അവളുടെ അച്ഛനോടും അമ്മയോടും ചോദിച്ചു, ഈ വൈക്കത്തപ്പനെയൊക്കെ പോയി തൊഴുതിട്ട് നമുക്ക് എന്ത് കിട്ടിയെന്ന്. ഒരു പെൺകുട്ടി, അഖില എന്നൊറ്റാന്ന് അവളെ പേര്. അവള് ഹോസ്റ്റലിൽ ചേർന്ന് ഹോമിയോപ്പതി പഠിക്കാൻ നേരത്താണ് അവൾ ഈ ചോദ്യം ചോദിക്കുന്നത്. അപ്പൊ അവളുടെ അമ്മ പറഞ്ഞു, എടേ വൈക്കത്തപ്പനല്ലേ നമുക്കെല്ലാം തന്നതെന്ന് ചോദിച്ചു. അതൊക്കെ വെറും കല്ലാണെന്ന് പറഞ്ഞു. അങ്ങനെ അധികം വൈകാതെ ഒരു 3 മാസത്തിനുള്ളിൽ തന്നെ ഈ പെൺകുട്ടി പോയിട്ട് വേറൊരു മുസ്ലിം പയ്യനെ കല്യാണം കഴിച്ച് മതം മാറി പേരൊക്കെ മാറ്റി. കാരണം വൈക്കത്തപ്പനെ കൊണ്ടൊരു ഗുണമില്ലല്ലോ, അങ്ങ് പോയി. ഇപ്പൊ ആ കുട്ടി എവിടെ ഞാൻ അന്വേഷിച്ചപ്പോ ആ കുട്ടി ഇപ്പോ ആ പയ്യനെ കാണാതായിട്ട് ഏതാണ്ട് ഒരു വർഷമായി. അവളിപ്പോ ഏതോ അവർ നടത്തുന്ന അനാഥാലയത്തിൽ താമസിക്കുകയാണ്. അവൾ 1, 2, 3 പ്രസവിക്കുകയും ചെയ്തു എന്നാണ് ഞാൻ അറിയുന്നത്. വൈക്കത്തപ്പന ഏതായാലും ഈ സിദ്ധിയൊന്നുമില്ല. വീട്ടിൽ കിടന്നിറങ്ങുന്ന പെൺപിള്ളേരെ പിടിച്ച് പ്രസവിപ്പിക്കാനൊന്നും പറ്റത്തില്ല. അപ്പൊ ഞാൻ പറഞ്ഞതിന്റെ അർത്ഥം, നമ്മുടെ മതത്തിന്റെ ന്യൂനത എന്നോണം പലരും പറഞ്ഞു വരുത്തുന്ന പല കാര്യങ്ങളും പണ്ട് മുതല കുരങ്ങനോട് പറഞ്ഞ കാര്യങ്ങളാണ്. ആ കഥ എല്ലാവർക്കും അറിയാലോ. കുരങ്ങൻ മുതലയുടെ പുറത്ത് കയറി പോയപ്പോ നിന്റെ ഹൃദയം എനിക്ക് തരുമെന്ന് വെച്ചപ്പോ എന്റെ ഭാര്യയുടെ ഹൃദയം ഇതിലും ടേസ്റ്റുള്ള അവൻ രക്ഷപ്പെട്ടു. അവൻ ബുദ്ധിമാനായിരുന്നു. അവൻ മതം പഠിച്ച ഹിന്ദുവാണ്. അല്ലാത്ത ഹിന്ദുവാണ് ഞാൻ ചങ്ക് കൊടുത്തേനെ. ഇപ്പൊ മുതലകൾ നമ്മളെ സ്തുതിക്കാൻ തുടങ്ങുമ്പോൾ, മുതലകൾ സ്നേഹം നടിക്കുമ്പോൾ, അത് സ്നേഹിക്കാനല്ല കൊല്ലാനാണെന്ന വിവേകം നമ്മുടെ കുട്ടികൾക്ക് ഉണ്ടാവുന്നില്ല. കാരണം ഇങ്ങനത്തെ പ്രഭാഷണം അവർ അറ്റൻഡ് ചെയ്യില്ല. ഇപ്പൊ ഞാൻ പറഞ്ഞത് ദ്രൗപദിയുടെ ഭക്തിയെ പറ്റിയാണ്. ദ്രൗപദിക്ക് ഒരു വിഷമമുണ്ടായി, ഒരു പീഡന ശ്രമം. അവൾക്ക് ഘടാഘടിയന്മാരായിട്ടുള്ള ജിമ്മന്മാരായിട്ടുള്ള ഭർത്താക്കന്മാരുണ്ട്. ലോകൈക വില്ലാളി വീരന്മാരാണ്. ദേവേന്ദ്രൻ പോലും മടിക്കുക അവരുടെ യുദ്ധം ചെയ്യും. അത്രയും വലിയ ആൾക്കാരാണ് ഈ നകുലനും സഹദേവനും ഈ അർജുനും ഒക്കെ. ഭീമനെയൊക്കെ കണ്ടാത്താണ് തലവെട്ടി വീഴും. അത്രയും വലിയവനാണ്. ഭീമൻ എന്ന് പറഞ്ഞാൽ തടിച്ചവൻ അർത്ഥമില്ല കേട്ടോ, നല്ല ആരോഗ്യമുള്ളവനാണ്. തോളിന്റെ വലുപ്പ പറയുന്നത്, അരക്കെട്ടിന്റെ വലുപ്പമല്ല. അപ്പോ ആ ഭക്തയുടെ ഒരു വിളി, ഭഗവാനെ കൃഷ്ണ എന്നൊരു വിളി, അതിൽ ഭഗവാൻ അനുഗ്രഹിക്കുകയാണ്. പക്ഷെ അതിനു മുമ്പ് അവൾ അത്രയും അനുഭവിക്കണമെന്ന് എന്തുകൊണ്ടാണ്? അതിനും പശ്ചാത്തലമുണ്ട്. ഈ ലോകം കർമ്മ ലോകമാണ്. കർമ്മ വിഭാഗം എന്ന് പറഞ്ഞാൽ നമ്മൾ നല്ലത് ചെയ്തു വെച്ചാലേ നല്ല ഫലങ്ങൾ വരും.